Hi friends, welcome to Bicycle Journey with Nazbikezone. നമ്മളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു പ്രൊഫഷണൽ ലെവൽ റോഡ് ബൈക്കിൽ എന്തൊക്കെ ആണ് അവർ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യുന്നത്, അതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെയാണ്. അതിനുവേണ്ടി നമ്മളിന്ന് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആകാശ് ബ്ലസനെയാണ്. ഹായ്, ഇതാണ് ആകാശിനെ കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മൾ ബൈസൈക്കിളിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുള്ള കാർബൺ വീൽസ്, പവർ മീറ്റർ, ഹാർട്ട് റേറ്റ് മോണിറ്റർ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചും കൂടുതലായിട്ട് ആകാശ് സംസാരിക്കുന്നതാണ്. നമുക്ക് ആദ്യം ആകാശിൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് ചോദിക്കാം. ആകാശ് ഇപ്പോൾ എന്ത് ചെയ്യാണ്, പഠനവും കാര്യങ്ങളുമൊക്കെ എങ്ങനെയാണ്? ഞാൻ 10th കഴിഞ്ഞ് സൈക്ലിങ് ഇഷ്ടമെന്ന് അറിഞ്ഞതുകൊണ്ട് 12th +1 ആൻഡ് +2 ഓപ്പൺ സ്കൂളിംഗ് ആണ് ചെയ്തത്. സോ എനിക്ക് സെയിം ടൈം എൻ്റെ ട്രെയിനിങ് ഫോക്കസ് ചെയ്യാം, അതിൻ്റെ കൂടെ തന്നെ എഡ്യൂക്കേഷനും ബാലൻസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിനി നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. ശരിക്കും നമ്മളുടെ സാധാരണ ആളുകൾ യൂസ് ചെയ്യുന്ന, ഇപ്പം ഞാനൊക്കെ യൂസ് ചെയ്യുന്നൊരു സൈക്കിളും ആകാശ് യൂസ് ചെയ്യുന്ന സൈക്കിളും തമ്മിൽ ഉള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? റേസിംഗ് എന്ന് പറയുമ്പോൾ നമുക്കെപ്പോഴും ഏറ്റവും അത്യാവശ്യം എന്ന് വെച്ചാൽ എയറോഡൈനാമിക് ആയിരിക്കണം. മാക്സിമം വിൻഡ് റെസിസ്റ്റൻസ് കുറച്ചാൽ നമുക്ക് മാക്സിമം എഫിഷ്യൻ്റ് ആകാം, മാക്സിമം സ്പീഡ് കിട്ടും. പിന്നെ റേസിംഗ് സൈക്കിൾ എന്ന് നോക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ആദ്യം വരുന്ന കാർബൺ ആൻഡ് ലൈറ്റ് വെയ്റ്റ്, അതെല്ലാവർക്കും അറിയാം. സെയിം ടൈം തന്നെ നമ്മുടെ ബോഡിക്കും ഫിറ്റ് ആകണം. അതേ രീതിയിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് മാക്സിമം എയറോഡൈനാമിക് ആയിരിക്കണം സൈക്കിൾ. അപ്പോൾ അത് നമ്മൾ അതിനു വേണ്ടി നമ്മൾ കാർബൺ സൈക്കിൾ ചൂസ് ചെയ്യുന്നു. സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പലരും കാർബൺ സൈക്കിൾ യൂസ് ചെയ്യുന്നവരുണ്ട്. അത് ചിലപ്പോൾ എൻഡ്യൂറൻസ് ഫ്രെയിം ആയിരിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതൊരു റേസ് ജോമെട്രി ഉള്ളതായിരിക്കാം. അത് ഡിപ്പെൻസ്. ചിലപ്പം ചില ആൾക്കാർ സ്പീഡിന് വേണ്ടി ചിലപ്പം ഇതേപോലെ തന്നെയുള്ള സൈക്കിൾസ് യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, നമ്മൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നത്? നിങ്ങളുടെ പെർഫോമൻസിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ ട്രെയിനിങ്ങിന് വേണ്ടി നിങ്ങൾ എന്തൊക്കെയാണ് ആഡ് ചെയ്യുന്നത്? ഇത് 2016 മോഡൽ S-Works ടർമാക് ആണ്. 2016 പ്രൊഫഷണൽ ലെവൽ പ്രോ ടൂർസ്, ടൂർ ഡി ഫ്രാൻസ്, ഗിറോ ഡി ഇറ്റാലിയയിൽ എല്ലാം ഉപയോഗിച്ച ബ്രാൻഡാണ്. ഇത് റേസിംഗിൽ തന്നെ ക്ലൈംബിംഗ് സ്പെസിഫിക് ആൻഡ് ഓൾറൗണ്ടർ ബൈക്കായിട്ടാണ് S-Works ഇറക്കിയത്. അൾട്ടിഗ്ര ഗ്രൂപ്പ് സെറ്റ് വിത്ത് സ്റ്റേജസ്, അൾട്ടിഗ്ര പവർ മീറ്റർ ആൻഡ് ഫൾക്രം H50 50mm ഡീപ്പ് സെക്ഷൻ കാർബൺ വീലുമാണ് വരുന്നത്. ഓക്കെ, ഇതിലിപ്പം എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ നോർമൽ സൈക്കിളിൽ നിന്ന് എനിക്ക് ഏറ്റവും സ്യൂട്ടബിളായ ജോമെട്രിയുള്ള ഫ്രെയിമും പിന്നെ ഡീപ്പ് സെക്ഷൻ കാർബൺ വീൽ, പിന്നെ എൻ്റെ പെർഫോമൻസ് അനലൈസ് ചെയ്യാനായിട്ട് പവർ മീറ്ററുമാണ് ആഡ് ചെയ്തേക്കുന്നത്. ഈ ബൈസൈക്കിൾ വരുമ്പോഴത്തേക്ക് നമുക്കിത് എന്ത് കോസ്റ്റ് വരുന്നുണ്ട് ഇതിന്? ഇത് ശരിക്കും ഞാൻ അസംബിൾ ചെയ്തെടുത്തതാണ്. ഇന്ത്യൻ പ്രൈസ് വരുമ്പോൾ ഇത് എബവ് 6 lakh അറൗണ്ട് റേഞ്ച് വരും. അതായത് ഈ കാർബൺ വീൽസും പവർ മീറ്ററും എല്ലാം കൂടെ ഉൾപ്പെടെയാണോ ഈ പ്രൈസ് പറയുന്നത്? ഇതെല്ലാം കൂടെ ഉൾപ്പെടെ ഏകദേശം ഇതിലും കൂടുതലാകാം. ഇത് ഞാൻ ഇന്ത്യയിൽ നിന്നല്ല മേടിച്ചത്, ഫ്രെയിം അസംബിൾ ചെയ്തെടുത്തതാണ്. ഫ്രെയിം മേടിച്ചിട്ട് ഗ്രൂപ്പ് സെറ്റും വേറെ രാജ്യത്തു നിന്ന് എടുത്ത് ബാക്കിയെല്ലാം അസംബിൾ ചെയ്തെടുത്തതാണ്. അപ്പോൾ നമുക്കിനി ഈ സൈക്കിളിൻ്റെ ഓരോ കോമ്പോണൻസ് ആയിട്ട് നമുക്ക് നോക്കാം, അതിൻ്റെ ആവശ്യകത എന്താണ്. കാര്യം സാധാരണക്കാർക്കറിയില്ല ഈ കാർബൺ വീൽ എന്ന് പറയുമ്പോഴത്തേക്ക് 1.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപ കാർബൺ വീല് കേൾക്കുമ്പോൾ തന്നെ ഞെട്ടിപ്പോവുകയാണ്. കാര്യം ഒരു ബുള്ളറ്റിനെക്കാട്ടിയും വില കൂടുതൽ വരുന്ന ഒരു വീലിന് സൈക്കിളിൻ്റെ എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും ഈ കാർബൺ വീലിൻ്റെ യൂസ് എന്താണ്? കാർബൺ വീൽ എന്ന് ഇപ്പോൾ പറയുമ്പോൾ 50mm വിഡ്ത്തുള്ള എയറോ വീൽസാണ്. സെയിം ടൈം തന്നെ ഏറ്റവും നല്ല ബെയറിംഗ് ഉണ്ട്. ഇതിൽ ഇത്രയും വിഡ്ത്തുള്ള കാരണം വിൻഡിനെ കട്ട് ചെയ്ത് മാക്സിമം എയറോഡൈനാമിക് ഉറപ്പ് വരുത്തുന്നു. സെയിം ടൈം തന്നെ നല്ല ബെയറിംഗ് ആണ്.
നല്ല സ്റ്റിഫ് വീലാണ്. ഇപ്പം നമ്മൾ സ്പ്രിൻറ്റ് ചെയ്യുമ്പോഴും പെട്ടെന്ന് ടേൺ എടുക്കുമ്പോഴും ഒക്കെ വീൽ പക്കാ സ്റ്റിഫായിട്ട് നിൽക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ കാർബൺ വീലിൻ്റെ കാര്യം പറഞ്ഞു. ഇനി നമ്മൾ എക്സ്ട്രാ എന്ന് പറയുമ്പോഴത്തേക്ക് സാധാരണഗതിയിൽ ട്രെയിനിങ് ചെയ്യുന്നവരുമായിട്ട് നിങ്ങൾ ട്രെയിൻ ചെയ്യുന്നതിന് കുറേ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പം നമ്മൾ ഒരു തുടക്കക്കാരൻ എന്ന രീതിയിൽ അവർ ആദ്യം സൈക്ലിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർ നോക്കുന്നത് 1 മണിക്കൂറിൽ എത്ര കിലോമീറ്റർ റൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പം ഞാനൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെ നോക്കുക. ഇപ്പം നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവറേജ് സ്പീഡ് 23, 25 ഇങ്ങനെയൊക്കെ നോക്കിയാണ് ഞാനൊക്കെ റൈഡ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ റൈഡ് ചെയ്യുന്ന രീതി അതല്ല. അപ്പോൾ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു രീതിയാണ് അറിയാവുന്നത്. നിങ്ങളുടെ റൈഡിങ് രീതി എന്താണ്? ഇപ്പോൾ ഞാനും ആദ്യം സ്റ്റാർട്ട് ചെയ്ത ഒരു ബേസിക് ലെവൽ തുടങ്ങിയത് തന്നെ 30 കിലോമീറ്റർ ആവറേജ് പിടിക്കുക എന്നാണ്. പക്ഷെ അങ്ങനെ നമ്മൾ ഡെയിലി റൈഡ് ചെയ്തുകൊണ്ട് ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല. ഇപ്പം പ്രൊഫഷണൽ ലെവൽ അല്ലെങ്കിൽ റേസ് ലെവൽ ട്രെയിനിങ്ങിലോട്ട് വരുമ്പോൾ ഒന്ന് ഹാർഡ് റേറ്റ് ബെൽറ്റ് ആൻഡ് പവർ മീറ്റർ നോക്കിയായിരിക്കും ട്രെയിനിങ്. എൻ്റെ സൈക്കിളിൽ ഇപ്പോൾ പവർ മീറ്റർ വരുന്നത് ക്രാങ്കിലാണ്. പവർ മീറ്ററിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ പ്യൂർലി പവർ അനലൈസ് ചെയ്യാനാണ്. പവർ മീറ്റർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ എന്തുമാത്രം പവർ പെഡൽസിലോട്ട് കൊടുക്കുന്നുണ്ട്, അതിനായിട്ട് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ എന്തുമാത്രം ടോർക്ക് പെഡലിലോട്ട് കൊടുക്കുന്നുണ്ടെന്ന് സ്ട്രെയിൻ ഗേജ് വെച്ച് മെഷർ ചെയ്തിട്ട് ഇൻറ്റു RPM, ദാറ്റ് മീൻസ് കേഡൻസ് ചെയ്യുവാണ്. ഇത് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം, ഇപ്പോൾ ഞാൻ ഒരു 3 മാസം മുമ്പേ എനിക്ക് 1 മണിക്കൂറിൽ എത്ര പവർ കൊടുക്കാമായിരുന്നു. ഇപ്പോൾ സപ്പോസ് എനിക്ക് 1 മാസം മുമ്പേ 1 മണിക്കൂറിൽ 250 വോട്ട് കൊടുക്കാമെങ്കിൽ ഇപ്പോൾ എനിക്ക് 260 കൊടുക്കുക. ഇപ്പോൾ എനിക്ക് 1 മണിക്കൂർ 260 കൊടുക്കാമെങ്കിൽ കഴിഞ്ഞ 3 മാസത്തിൽ ഞാൻ ഇമ്പ്രൂവ് ചെയ്തു എന്ന് കാണിക്കും. അങ്ങനെ ഞാൻ എന്തുമാത്രം ഇമ്പ്രൂവ് ചെയ്തു, എന്തുമാത്രം ചെയ്ത ഓവർ ട്രെയിനിങ് ആകും, എന്തുമാത്രം ചെയ്ത അണ്ടർ ട്രെയിനിങ് ആകും. ഞാൻ ഓവർ ട്രെയിനിങ് ചെയ്ത് തളർന്നും പോലെ, എന്നാൽ അണ്ടർ ട്രെയിനിങ് ചെയ്ത് ഞാൻ ഉദ്ദേശിക്കുന്ന അത്രയും പെർഫോമൻസ് കിട്ടാതെ ഇരിക്കല്ലേ. അതിനാണ് പവർ മീറ്ററും ഹാർഡ് റേറ്റ് ബെൽറ്റും ഉപയോഗിക്കുന്നത്. ഹാർഡ് റേറ്റ് ബെൽറ്റ് വരുമ്പോൾ നമ്മൾ എന്തുമാത്രം റിക്കവേർഡാണ്, ഓരോ ഹെവി സെഷൻ ട്രെയിനിങ്ങിൽ നിന്ന് അടുത്ത ഹൈ ഇൻറ്റൻസിറ്റി ട്രെയിനിങ്ങിലോട്ട് എന്തുമാത്രം റിക്കവറി വേണം എന്നെല്ലാം നമുക്ക് എൻ്റെ കോച്ചിന് കണ്ടുപിടിക്കാൻ സഹായിക്കും. സാധാരണഗതിയിൽ നമ്മൾ റൈഡ് ചെയ്യാൻ നേരം നമ്മളുടെ നോർമൽ പെഡൽ യൂസ് ചെയ്യുന്നു, അതോടൊപ്പം തന്നെ സാധാരണ ഷൂ യൂസ് ചെയ്യുന്നു. നമുക്ക് നടക്കാനും ഒക്കെ പറ്റുന്ന ഷൂ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ശരിക്കും ഈ ഒരു ഷൂവിൻ്റെ പ്രത്യേകത എന്താണ്? ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഷൂവിനോട് തന്നെ അറ്റാച്ച് ചെയ്തൊരു ക്ലീറ്റ് വരും. ഇത് നമ്മൾ നടക്കുമ്പോഴൊക്കെ ക്ലീറ്റ് തേങ്ങുമായിരിക്കാൻ വേണ്ടി കവർ ഇട്ട് വെച്ചേക്കുവാണ്. ശരിക്കും ഇത് ക്ലിപ്പാവുകയാണ്, എന്ന് വെച്ചാൽ പെഡലിലോട്ട് ഇത് കയറി അങ്ങ് ലോക്ക് ആവുകയാണ്. ഇതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ശരിക്കും നോർമൽ പെഡലി വരുമ്പോഴെന്ന് വെച്ചാൽ ഏകദേശം ഒരു പെഡലിൻ്റെ 50 to 60% കറങ്ങി വരത്തുള്ളൂ. ഇത് വരുമ്പോൾ നമുക്ക് കാല് ഫുൾ റൊട്ടേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. മാക്സിമം എഫിഷ്യൻ്റ് ആണ്. അതായത് പുഷ് ആൻഡ് പുള്ള് കിട്ടും, അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മൾ ശരിക്കും പുഷ് ആൻഡ് പുൾ അല്ല, ഒരു ഫുൾ സർക്കിൾ റൗണ്ട് ചെയ്ത്. അതായത് നമുക്ക് സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ പുഷ് മാത്രമേ കിട്ടുന്നുള്ളൂ, തിരിച്ച് വലിക്കുന്നില്ല. അത് തന്നെ പുഷ് ആൻഡ് പുള്ള്. ഒരു കാലം പുഷ് ചെയ്യുമ്പോഴത്തേക്ക് അടുത്ത കാലം പുള്ള് ചെയ്യും. ആ ഒരു സ്മൂത്ത്നെസ് നമുക്ക് വർഷങ്ങൾ കൊണ്ടാണ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഇപ്പോഴും നമ്മൾ ചെയ്യുന്ന അനുസരിച്ച് ഈ റൊട്ടേറ്റ് ചെയ്ത് 2 കാലും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്ത് വരുന്നത് അത് കൂടും. ആകാശ് ഇനി പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്, നമ്മൾ ആകാശിനെ ഫോളോ ചെയ്യുകയാണ്. ഓക്കെ കാ. ഇതുവരെ നമ്മൾ നോക്കിയത് എങ്ങനെ ഒരു നോർമൽ കാഷ്വൽ ലെവൽ സൈക്ലിസ്റ്റിൽ നിന്ന് കോമ്പറ്റേറ്റീവ് ലെവൽ അല്ലെങ്കിൽ റേസ് ലെവൽ സൈക്ലിസ്റ്റിലോട്ട് വരുന്നതിനെ പറ്റി ഉള്ള കുറച്ച് ബേസിക് അല്ലെങ്കിൽ ആദ്യ പടികളാണ്. ഇനിയും കൂടുതൽ ഡൗട്ട്സ് കാണുമെന്ന് എനിക്കറിയാം. അതിനായിട്ട് എൻ്റെ ഇൻസ്റ്റഗ്രാം ID താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ എന്നോട് മെസ്സേജ് അയച്ച് ചോദിക്കാം. ഐ എം സോ ഹാപ്പി ടു ഹെൽപ്പ് യു എനി ടൈം. ഇനി ഇതുപോലെ കൂടുതൽ വീഡിയോസ് കാണുന്നതിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.